SFIയുടെ അവകാശ പത്രിക മാർച്ച് കാസർഗോഡ് ആരംഭിച്ചു. അതിലേക്ക് സിജു കണ്ണൻ കൂടി ചേരുന്നുണ്ട്. സിജു കണ്ണൻ, SFIയുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ SFI കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നത്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? അവധിക SFIയുടെ അവകാശ പത്രിക മാർച്ച് നടക്കുന്നത് കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് SFI കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാർച്ച് നടക്കുന്നത്. ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ആ ബാരിക്കേഡ് വെച്ച് പോലീസ് ആ മാർച്ച് നടക്കുന്നത്. ഈ ബാരിക്കേഡും മറികടന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ അകത്തേക്ക് തന്നെ കടന്നിരിക്കുകയാണ്. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കാസർഗോഡ് നടക്കുന്നത്. അതിഞ്ഞാലിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. അതിഞ്ഞാലിൽ നിന്ന് കാഞ്ഞങ്ങാട് നഗരം സിറ്റി ഹെഡ് ഓഫീസ് പരിസരത്തേക്ക് എത്തുകയായിരുന്നു. പ്രധാനമായും SFIയുടെ അവകാശ പത്രിക അംഗീകരിച്ച ഉന്നയിച്ചാണ് മാർച്ച് നടക്കുന്നത്. ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുക, സ്കൂളുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജനാധിപത്യ വേദികളുടെ രൂപീകരണത്തിനും നിലനിൽപ്പുമായി നിയമനിർമ്മാണം നടത്തുക, വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികൾ ഉറപ്പുവരുത്താൻ മുഴുവൻ സർക്കാർ ഗവൺമെന്റ് കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പാൾമാരെ നിയമിക്കുക തുടങ്ങിയതാണ് പ്രധാനപ്പെട്ട ആവശ്യം. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി രാജിവെക്കുക എന്നുൾപ്പെടെയുള്ള ആവശ്യം കൂടി ഈ മാർച്ചിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക കൂടിയാണ് ഇന്നത്തെ മാർച്ച്. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കാഞ്ഞങ്ങാട് കാണാൻ കഴിയുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില ഉദ്ഘാടനം ചെയ്തു. അവന്തിക. സിജു കണ്ണൻ, ഈ ദില്ലിയിലെ CJP പ്രതിഷേധത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ SFI ഇപ്പോൾ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് അല്ലേ? വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന്റെ ഐക്യദാർഢ്യം കൂടിയാണ് ഇന്നത്തെ മാർച്ച്. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കുക, രാജ്യതലസ്ഥാനത്ത് പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം, അവകാശ പത്രിക അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ഈ പ്രക്ഷോഭം നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജ്യത്തെ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യുവജനങ്ങളും എല്ലാം തന്നെ ഡൽഹിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ കാസർഗോഡ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുന്നത്, പ്രതിഷേധം നടക്കുന്നത്. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കാഞ്ഞങ്ങാട്ടെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കാണ് ആ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. 100 കണക്കിന് വിദ്യാർത്ഥികളാണ് ഈ മാർച്ചിൽ അണിനിരക്കുന്നത്. SFIയുടെ അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട പ്രധാന ആവശ്യങ്ങളെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു. ഇത് നടപ്പിലാക്കുക എന്നതാണ് പ്രധാന ആവശ്യം. അതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രി രാജിവെക്കുക, രാജ്യതലസ്ഥാനത്ത് പോരാടുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പോരാട്ടം സമാനതകളില്ലാത്ത പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായി പുറത്തു വരുന്നു. അതിനൊപ്പം തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികൾ, ഇപ്പോൾ കാസർഗോട്ടെ വിദ്യാർത്ഥികളും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അതിശക്തമായി മുന്നോട്ട് വരികയാണ്. സമാനതകളില്ലാത്ത, കേന്ദ്ര സർക്കാർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പ്രക്ഷോഭമാണ് നടക്കുന്നത്. ആ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം കൂടി പ്രഖ്യാപിക്കുകയാണ് കാസർഗോട്ടെ വിദ്യാർത്ഥികൾ. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. ആ മാർച്ച് നഗരം ഇപ്പോൾ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി ബാരിക്കേഡ് വെച്ച് പോലീസ് ഇത് തടഞ്ഞിരുന്നു. എങ്കിലും ആ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന്റെ തീവ്രത ഏറ്റവും കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് അവർ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കിടക്കുന്നതാണ്. നമ്മൾ അതിശക്തമായ പ്രക്ഷോഭമാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. അല്പസമയത്തിനകം SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില ഉദ്ഘാടനം ചെയ്തു. സിജു, എന്തൊക്കെ ആവശ്യങ്ങളാണ് ഈ അവകാശ പത്രികയിൽ ഈ SFI മുന്നോട്ട് വയ്ക്കുന്നത്? അവകാശ പത്രികയുമായി ബന്ധപ്പെട്ട് 102 ആവശ്യങ്ങളാണ് SFI മുന്നോട്ട് വെക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുക, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും
ജനാധിപത്യ വേദികൾ രൂപീകരിക്കുക. ഈ ജനാധിപത്യ വേദികളുടെ നിലനിൽപ്പിനായി സംസ്ഥാന നിയമനിർമ്മാണം നടത്തുക എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അതോടൊപ്പം തന്നെ കോളേജ് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികൾ ഉറപ്പുവരുത്തണമെന്നും SFI ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം മുഴുവൻ സർക്കാർ ഗവൺമെന്റ് കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാന ആവശ്യങ്ങൾ. വിദ്യാർത്ഥികളുടെ അവകാശ സംരക്ഷണത്തിനായി വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ പഠനം നടത്തുന്നതിനും അവരുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ആവശ്യമാണ് ഈ അവകാശ പത്രികയിലൂടെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെക്കുന്നത്. ഈ അവകാശ പത്രിക അംഗീകരിക്കണം എന്നതാണ് ഇന്നത്തെ ഈ പ്രക്ഷോഭത്തിന്റെ മാർച്ചിന്റെ പ്രധാന ആവശ്യം. ശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാഞ്ഞങ്ങാട് സാക്ഷ്യം വഹിക്കുന്നത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്ക് ആ വിദ്യാർത്ഥി മാർച്ചെത്തി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രക്ഷോഭത്തിൽ SFI മുൻനിർത്തുന്ന വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഈ പ്രക്ഷോഭത്തിൽ അണിനിരക്കുകയാണ്. വിദ്യാർത്ഥികളുടെ പഠനം അതോടൊപ്പം തന്നെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കാസർഗോട്ടെ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് കാസർഗോഡ് SFI ജില്ലാ കമ്മിറ്റി ഈ മാർച്ചിന്റെ ഭാഗമായി അവരുടെ പ്രതിനിധികളായിക്കൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലേക്കുള്ള മാർച്ചിൽ അണിനിരക്കുന്നത്. അതിശക്തമായ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസ് ആ മാർച്ചിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ റോഡരികിൽ ബാരിക്കേഡ് വെച്ച ഈ തടഞ്ഞെങ്കിലും ആ ബാരിക്കേഡ് അടക്കം മറികടന്നുകൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന്റെ തീവ്രമായ രൂപത്തിലേക്ക് എത്തിക്കൊണ്ട് ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്ക് അതിന്റെ പ്രധാന വാതിലിന് മുന്നിലേക്ക് അടക്കം വിദ്യാർത്ഥികൾ എത്തുന്നു. ഇവിടെ വെച്ച് വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഈ പോസ്റ്റ് ഓഫീസ് വളപ്പിനകത്ത് കുത്തിയിരുന്നു കൊണ്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം പ്രക്ഷോഭം. അല്പസമയത്തിനകം SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഈ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PC അജിയാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ SFI പ്രവർത്തകരെ ബാരിക്കേഡ് ഉപയോഗിച്ച് ഇപ്പോൾ പോലീസ് അവിടെ തടയുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അവധിക ഇതിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലാണ് ബാരിക്കേഡ് പോലീസ് സ്ഥാപിച്ചിരുന്നത്. എന്നാൽ ശക്തമായ പ്രക്ഷോഭമാണ് കാണാൻ സാധിച്ചത്. വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം അതിശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, അതിന്റെ സന്ദേശം കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടിയാണ് വിദ്യാർത്ഥികൾ ഈ ബാരിക്കേഡെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിനകത്തേക്ക് എത്തിയിരിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസ് കോമ്പൗണ്ടിന്റെ മുറ്റത്ത് ഇപ്പോൾ വിദ്യാർത്ഥികൾ കുത്തിയിരിക്കുകയാണ്. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രധാന വാതിലിന് മുന്നിൽ പോലീസ് എത്തിയവരെ തടഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോൾ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമാണ്. നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു SFIയുടെ അവകാശ പത്രിക അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ മാർച്ചാണ് ഇന്ന്. അതോടൊപ്പം തന്നെ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഉള്ളൊരു മാർച്ച് കൂടിയാണ്. നീറ്റ് CBSE പരീക്ഷാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യതലസ്ഥാനത്ത് അതിശക്തമായ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രക്ഷോഭത്തിന് കേരളത്തിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ കാസർഗോഡ് നിന്നുള്ള വിദ്യാർത്ഥികളുടെ ഐക്യദാർഢ്യം ഇവിടെ പ്രഖ്യാപിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്നും എപ്പോഴും നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് SFI. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിനകത്തേക്കുള്ള പ്രധാന വാതിലിൽ ഗേറ്റിന് അടുത്താണ് പോലീസ് ബാരിക്കേഡ് സ്ഥാപിച്ചത്. എന്നാൽ ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം അതിന് ശക്തമായ സാന്നിധ്യം അറിയിക്കുന്നതിന് വേണ്ടി ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് വിദ്യാർത്ഥി പോസ്റ്റ് ഓഫീസിനകത്തേക്ക് കയറി അതിന്റെ പ്രധാന വാതിലിന് മുന്നിൽ വെച്ച് വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ വളപ്പിനകത്ത് അതിന്റെ പ്രധാന ഭാഗത്ത് വിദ്യാർത്ഥികൾ ഇപ്പോൾ പെൺകുട്ടികളടക്കമുള്ള ആളുകൾ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കേരളത്തിലാകെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനും അവരുടെ നല്ല രീതിയിലുള്ള പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങളാണ് SFI മുന്നോട്ട് വെക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് ബിരുദം വരെയുള്ള വിദ്യാഭ്യാസം പൂർണ്ണമായും സൗജന്യമാക്കുക, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജനാധിപത്യ വേദികളുടെ രൂപീകരണം നടത്തുക, അതോടൊപ്പം തന്നെ അവയുടെ നിലനിൽപ്പിനായി നിയമനിർമ്മാണം നടത്തുക, നിയമനിർമ്മാണം മൂലം ഈ ജനാധിപത്യ വേദികൾ അംഗീകരിക്കുക, കോളേജ് ഹോസ്റ്റലുകളിൽ വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദികൾ ഉറപ്പുവരുത്തുക, മുഴുവൻ സർക്കാർ ഗവൺമെന്റ് കോളേജുകളിലും സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുക എന്നുൾപ്പെടെ വളരെ ന്യായമായ വളരെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് SFIയുടെ
അവകാശ പത്രിക സമർപ്പണ മാർച്ച്, അവകാശ പത്രിക അംഗീകരിക്കണമെന്നുകൊണ്ടുള്ള മാർച്ച് അതിശക്തമായ പ്രക്ഷോഭമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പോലീസ് തടയാൻ ശ്രമിച്ചപ്പോൾ ആ ബാരിക്കേഡുകളെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ ഈ കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയാണ്. അല്പസമയത്തിനകം SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അവന്തിക.